ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. 2026 ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരൊറ്റ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണുക. ഒന്നാമത്തെ ചോദ്യം, മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖമേത്? കണ്ടോ, മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം എന്താണ്? രാജ്യത്ത് ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏത്? ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ് രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം നോക്കിയേ, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായി ഏത് സംസ്ഥാനമാണ് സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പാക്കുന്നത്? കേട്ടോ, സഹകരണ മേഖലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ കുതിച്ചാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം, അല്ലേ? അപ്പൊ കേരളമാണ് എന്താ നോക്കി, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവുമായി എന്താണ് സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച് പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യം ഏത്? കണ്ടോ, അവിടെ പ്രായപൂർത്തി ആകാനുള്ള വയസ്സ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പുതിയ നയം വരുന്നുണ്ട്. ഏതാണ്? UAE ആണ്. ഏതാണ്? UAE. കണ്ടോ, UAEയിലാണ് എന്താണ് പ്രായപൂർത്തിയാകുന്നതിനുള്ള വയസ്സ്, അല്ലെ, അത് മാറ്റാനുള്ള പുതിയ നിയമം വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന പേവിഷബാധ വിരുദ്ധ വാക്സിൻ ഏത്? അഭയറബ്. ഏതാണ്? അഭയറബ്. കണ്ടോ, ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന പേവിഷബാധ വിരുദ്ധ വാക്സിൻ ഏത്? ഏതാണ്? അഭയറബാണ്. ഏതാണ്? അഭയറബ്. നോക്കുക, ഏതാണ്? അഭയറബാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയിരിക്കുന്നത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ് റാപ്പിഡ് ചെസ് വിഭാഗത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? കിരീടം നേടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത, ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആര്? ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക്. കണ്ടോ, ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ്? ആരാണ്? ഊർജിത് പട്ടേൽ ആണ്. ആരാണ്? ഊർജിത് പട്ടേൽ. ആരാണ്? ഊർജിത് പട്ടേല്. ഓക്കെ ആണല്ലോ. നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് ചോദ്യവും ആൻസറും എഴുതി വെച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത് ആരാണ്? മറ്റാരുമല്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അണ്ടർ-19 വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന വൈഭവ് സൂര്യവംശിയാണ്. കണ്ടോ, ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി. ഇപ്പോൾ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായിട്ടാണ് ഫൈനല്. അപ്പൊ അതുകൂടെ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി എവിടാണ്? ദാമൻ ആൻഡ് ദിയു. ദാമൻ ആൻഡ് ദിയു ആണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദിയായിട്ട് വരുന്നത്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചിയാണ് 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി, കൊച്ചി. അടുത്തത്, INS കൗണ്ടിന്റെയും നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ മലയാളി ആരാണ്? ബാബു ശങ്കരനാണ്. കണ്ടോ, ആരാണ്? ബാബു ശങ്കരൻ. കണ്ടോ, INS കൗണ്ടിന്യയുടെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ മലയാളി ആരാണ്? ബാബു ശങ്കർ. ആരാണ്? ബാബു ശങ്കരനാണ്. അടുത്ത
റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, റെയർ എർത്ത് കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ്. ഒന്നാമതാരാണ്? മറ്റാരുമല്ല, ചൈനയാണ് 1-ാം സ്ഥാനം. ചൈനയാണ് 1-ാം സ്ഥാനത്ത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ MLA ആരാണ്? ആന്റണി രാജു ആണ്. ഉണ്ടോ? സംസ്ഥാനത്ത് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട്, അറിയാലോ, തൊണ്ടി മുതൽ എന്താണ് തിരിമറി ചെയ്ത കേസിലാണ് ആന്റണി രാജു എന്ത് ചെയ്തിരിക്കുന്നത്? കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്കി, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ്? മുംബൈ അഹമ്മദാബാദ് ആണ്. മുംബൈ അഹമ്മദാബാദ് ആണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് അല്ലേ? ട്രെയിനിന്റെ വേഗപരിധി എത്രയാണ്? 350 km/h ആണ് കേട്ടോ. 350 km/h ആണ് വേഗപരിധി. ഓക്കെ, ഇപ്പോൾ പുതിയ ബജറ്റ് വന്നപ്പോഴത്തേക്ക് 7ഓളം ബുള്ളറ്റ് ട്രെയിനുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബജറ്റിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അത് ആദ്യം വരുന്നത് എവിടെയാണ്? മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ്. അടുത്ത ചോദ്യം, മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനം ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. ഏതാണ്? ന്യൂറാലിങ്ക്. ഒന്നുകൂടെ പറയാം, മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനം ഏതാണ്? ന്യൂറാലിങ്ക്. ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. അടുത്ത, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. നോക്കുക, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ്? അരുന്ധതി റോയ്ക്ക്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി ആരാണ്? സുരേഷ് കൽമാഡിയാണ്. ആരാണ്? സുരേഷ് കൽമാഡി. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി ആരാണ്? സുരേഷ് കൽമാഡി. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകൻ ആരാണ്? ബേല താർ. ആരാണ്? ബേല താർ ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകൻ ആരാണ്? ബേല താർ. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനാകുന്നത് ആരാണ്? മോഹൻലാൽ ആണ് കേട്ടോ. ആരാണ്? മോഹൻലാൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മോഹൻലാൽ ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും പ്രമുഖ മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തി ആരാണ്? VK ഇബ്രാഹിം കുഞ്ഞാണ്. ആരാണ്? VK ഇബ്രാഹിം കുഞ്ഞാണ്. പൊതുമരാമത്ത് വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ആര്? VK ഇബ്രാഹിം കുഞ്ഞ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവം, അതിന്റെ പേരാണ് ഇറ്റ്ഫോക്ക്. ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. കണ്ടോ, കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഓക്കെ ആണല്ലോ. 2026 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. എവിടെയാണ്? മെക്സിക്കോ. എത്രയാണ്? 6.5 തീവ്രത. 6.5 തീവ്രതയിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഉത്തർപ്രദേശിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് പാർവതി അർഗ പക്ഷി സങ്കേതം. 2030 ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസി SPV എന്ന് പറയും. അതിന്റെ അധ്യക്ഷ ആരാണ്? PT ഉഷയാണ്. ആരാണ്? PT ഉഷ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാദസ്വര വിദ്വാൻ ആരാണ്? തിരുവിഴ ജയശങ്കർ. ആരാണ്?
തിരുവിഴ ജയശങ്കർ. തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് മുൻ KPCC അധ്യക്ഷനൊക്കെ ആയിരുന്ന വ്യക്തിയാണ് MM ഹസൻ. ആരാണ്? MM ഹസൻ. KPCC അധ്യക്ഷനും അതുപോലെ തന്നെ UDF കൺവീനറും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ആര്? MM ഹസൻ. ഓക്കെ ആണല്ലോ. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? NS മാധവൻ. ആരാണ്? NS മാധവൻ. രക്ഷിതാക്കളിൽ ഒരാൾ മരിച്ച കുട്ടികൾക്ക് സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹപൂർവം. കണ്ടോ, രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ച കുട്ടികൾക്കാണ് സാമൂഹിക നീതി വകുപ്പ് സ്നേഹപൂർവം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഉദയ് ആണ്. ഉദയ്. ഇനി മുതൽ ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഉദയ്. ഇതാണ് ഉദയ്. കണ്ടോ, ഇതൊന്ന് നോട്ടീസ് ചെയ്യാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ആര്? ഇന്ത്യ. ചൈനയെ കടത്തിവെട്ടിയാണ് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഗോതമ്പിൽ തിരിച്ചാണ്. ഗോതമ്പിൽ 1ാം സ്ഥാനം ചൈനയും 2ാം സ്ഥാനം ഇന്ത്യയുമാണ്. കേട്ടോ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ജനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനമാണ്. അല്ലെ? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന വ്യക്തി ആരാണ്? സൗമൻസൻ. ആരാണ്? സൗമൻസൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ആരാണ്? സൗമൻസൻ ആണ്. ആരാണ്? സൗമൻസൻ. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റയാണ്. ഏതാണ്? കൽപ്പറ്റ. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ ജില്ലാ കോടതി. ഓക്കെ ആണല്ലോ. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കണ്ടോ, ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ലോകത്തിലെ 2ാമത്തെ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ 2ാമത്തെ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത്. കലായി 11 ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഏതാണ്? ഫ്രാൻസ് ആണ്. 100,000-ലധികം ട്രെയിനർ ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സ് ഏതാണ്? ഭൈരവ് എന്നാണ് ആ മോഡേൺ വാർഫെയർ ഫോഴ്സിന്റെ പേര്. ഭൈരവ്. നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് 28,000 റൺസ് എടുത്ത താരമെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആര്? വിരാട് കോഹ്ലി. ആരാണ്? വിരാട് കോഹ്ലി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം PSLV C-62 വിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ്? 2026 ജനുവരി 12-നാണ്. കണ്ടോ, 2026 ജനുവരി 12-നായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതാണ്? PSLV C-62 ആണ്. ഇത് പരാജയമായിരുന്നു കേട്ടോ. പരാജയപ്പെട്ടു പോയി. PSLV C-62 എന്ത് ചെയ്തു?
പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 650 സിക്സ് നേടുന്ന ആദ്യ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 650 സിക്സ് നേടുന്ന ആദ്യ താരം ആരാണ്? ഇന്ത്യയുടെ മുൻ നായകനായിരുന്ന രോഹിത് ശർമ്മ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? EP രാജഗോപാലൻ. ആരാണ്? EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? EP രാജഗോപാലനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. എവിടെയാണ്? ഗുജറാത്തിലാണ്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ബ്രഹ്മപുരത്താണ്. കണ്ടോ, കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരം പ്ലാന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അമേരിക്കൻ സൈന്യം ഏത് രാജ്യത്ത് കടന്നു കയറിയാണ് പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയത്? ഏത് രാജ്യത്താണ്? വെനസ്വേല. വെനസ്വേലയില് കടന്നു കയറിയാണ് അമേരിക്കൻ സൈന്യം അവിടുത്തെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യ S-500 പ്രോമത്യൂസ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ്? റഷ്യയിൽ നിന്നുമാണ്. കണ്ടോ, ഇന്ത്യ S-500 പ്രോമത്യൂസ് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. സൂപ്പർമാൻ എന്ന കഥാപാത്രത്തെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയ പുസ്തകം ഏതാണ്? ആക്ഷൻ കോമിക്സ് നമ്പർ 1. ഏതാണ്? ആക്ഷൻ കോമിക്സ് നമ്പർ 1 എന്നാണ് പുസ്തകത്തിന്റെ പേര്. സൂപ്പർമാനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ പുസ്തകമാണ് ഏത്? ആക്ഷൻ കോമിക്സ് നമ്പർ 1. കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ ഏതാണ്? തിരികെ. ഒന്നുമില്ല, തിരികെ വരാൻ പറയുകയാണ്. അപ്പൊ കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ ആണ് ഏത്? തിരികെ. 2026 കേന്ദ്ര ബജറ്റ് എന്നാണ്? ഫെബ്രുവരി 1-നാണ്. എന്നാണ്? ഫെബ്രുവരി 1-നാണ്. ഫെബ്രുവരി 1 എന്താ? ഏത് ദിവസമാണ്? ഞായറാഴ്ചയാണ് കേട്ടോ. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. ആദ്യമായിട്ടാണ് എന്താണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ഞായറാഴ്ച ആവുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണെന്ന് നോക്കാം. ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും. കണ്ടോ, 2 ചിത്രങ്ങളാണ് മികച്ച ചിത്രങ്ങളായത്. ഡ്രാമ വിഭാഗമാണെങ്കിൽ ഹാംനെറ്റ്, കണ്ടോ. മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിലാണെങ്കിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ആശ്വാസ് വാടക വീട്. ഏതാണ്? ആശ്വാസ് വാടക വീട്. ഇനിയിപ്പം മെഡിക്കൽ കോളേജിലൊക്കെ എത്തുന്ന രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ തൊട്ടടുത്ത് തന്നെ എന്താണ്? താമസ സൗകര്യം ലഭിക്കുന്നതാണ്. അതിനെ പറയുന്ന പേരാണ് ആശ്വാസ് വാടക വീട്. ആശ്വാസ് വാടക വീട്. സമൂഹത്തിലെ ദുർബല പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളുകളിൽ എത്ര ശതമാനം സൗജന്യ കോട്ട അനുവദിക്കണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? എത്ര ശതമാനമാണ്? 25%. കണ്ടോ, സ്വകാര്യ സ്കൂളുകളിൽ 25% റിസർവേഷൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറത്തിന്റെ 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിലാണ്. നോക്കി, AISCF-ന്റെ വേദി 2026 വേദി എവിടെയാണ്? കൊച്ചി. 2026 ജനുവരിയിൽ അഹമ്മദാബാദിലെ സബർമതി റിവർ ഫ്രണ്ടിൽ നടന്ന
അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവത്തിൽ പങ്കെടുത്ത ജർമ്മൻ ചാൻസലർ ആരാണ്? ഫ്രിഡ്രിച്ച് മേഴ്സി. ആരാണ്? ഫ്രിഡ്രിച്ച് മേഴ്സി ആണ്. ഓക്കെ, അപ്പൊ ജർമ്മൻ ചാൻസലർ ആരാണ്? ഫ്രിഡ്രിച്ച് മേഴ്സി. സമുദ്ര ഭക്ഷ്യസുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള രണ്ടാമത് ആഗോള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീര വികസന മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. അപ്പൊ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ്, അതുപോലെ തന്നെ യൂറോപ്പിലെ എൽബ്രസ്, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിത എന്ന അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നോക്കി, ചോൻസിൻ ആങ്മോ ആണ്. ചോൻസിൻ ആങ്മോ കണ്ടോ, എന്നുവെച്ചാൽ കാഴ്ച പരിമിതിയുള്ള ആദ്യ വനിത കേട്ടോ. ഈ പറഞ്ഞ കൊടുമുടികളെല്ലാം കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ വനിതയാണ് ചോൻസിൻ ആങ്മോ. വേറെ ആരുമല്ല, ഇന്ത്യക്കാരിയാണ് കേട്ടോ, ഇന്ത്യക്കാരിയാണ്. ജനുവരി 16 എന്താണ്? നാഷണൽ സ്റ്റാർട്ടപ്പ് ദിനമാണ്. ജനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ദിനമാണ് കേട്ടോ. തൊഴിൽ പരിശീലനം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത 30 വയസ്സിന് താഴെയുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? കണക്ട് ടു വർക്ക് പദ്ധതിയാണ്. ഏതാണ്? കണക്ട് ടു വർക്ക് പദ്ധതിയാണ്. മാതാപിതാക്കളുടെ സ്നേഹവും വീടിന്റെ സുരക്ഷിതത്വവും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പുതുജീവൻ പകർന്നു നൽകുന്ന പദ്ധതി ഏതാണ്? ഫോസ്റ്റർ കെയർ. ഏതാണ്? ഫോസ്റ്റർ കെയർ, വളർത്തു പരിചരണമാണ്. സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സുഗതകുമാരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. സുഗതകുമാരി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷന്റെ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? പ്രിയദർശന. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? പ്രിയദർശൻ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? എസ് ഹരീഷിനാണ്. ആർക്കാണ്? എസ് ഹരീഷ്. പ്രഥമ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്. ആർക്കാണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിനാണ് ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരമാണിത്. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് സ്കൂളുകളിലെല്ലാം പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യമായി മാറിയിരിക്കുകയാണ് ആര്? ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ഏത്? ആറളം. ഏതാണ്? ആറളം. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ ഏതാണ്? പൻകുടിയാണ്. പൻകുടി. ഓക്കെ ആണല്ലോ. ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവ ബ്രാൻഡ് കണ്ടോ? ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവ ബ്രാൻഡിന്റെ പേര് എന്താണ്? കെ ഇനം എന്നാണ്. കെ ഇനം. രാജ്യത്തെ കയറ്റുമതി സജ്ജമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 11ാം സ്ഥാനത്താണ്. കണ്ടോ? രാജ്യത്തെ കയറ്റുമതി സജ്ജമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 11ാം സ്ഥാനമാണ്.
വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ബേപ്പൂർ ആണ്. ബേപ്പൂർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്ന അറിയാലോ, ബേപ്പൂർ സുൽത്താൻ എന്നാണ് കേട്ടോ. ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ബേപ്പൂരാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിൽ സ്മാരകം നിലവിൽ വരുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ ബേപ്പൂരിനെ സാഹിത്യ വിജ്ഞാനവുമായി കൂട്ടിയിണക്കി വിനോദസഞ്ചാര വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ലിറ്റററി ടൂറിസം. ഏതാണ്? ലിറ്റററി ടൂറിസം ആണ്. IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഏതാണ്? വർക്ക് നിയർ ഹോം പദ്ധതി. ഇതാണ് വർക്ക് നിയർ ഹോം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഫ്രാൻസിൽ നിന്നും വാങ്ങാൻ ധാരണയായ യുദ്ധവിമാനം ഏത്? റാഫേൽ S4 സ്റ്റാർ. ഏതാണ്? റാഫേൽ F4 സ്റ്റാർ ആണ് കേട്ടോ. ബഹിരാകാശ നിലയത്തിൽ കഴിയവേ സഞ്ചാരിയുടെ അസുഖബാധയെ തുടർന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യ ദൗത്യ സംഘം ഏത്? സ്പേസ് എക്സ് ക്രൂ 11 കണ്ടോ. സ്പേസ് എക്സ് ക്രൂ 11 ആണ് എന്താ അസുഖബാധയെ തുടർന്ന് തിരിച്ചെത്തിയ ദൗത്യ സംഘം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ശാരദയ്ക്കാണ്. ആർക്കാണ്? ശാരദയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2026 സീസണിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് എവിടെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ആണ് 2026 ആദ്യ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവായ മരിയ കൊറീന മച്ചാഡോ തന്റെ മെഡൽ ആർക്കാണ് സമ്മാനിച്ചത്? കണ്ടോ, അവർക്ക് ലഭിച്ച നൊബേൽ സമ്മാനം അവർ ആർക്ക് കൊടുത്തു? ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായിട്ട് കൊടുത്തു. എന്തിനാണെന്നറിയാവോ? വെനസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയതിന്. കാര്യം അവിടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലൊക്കെ അതിന് അഭിപ്രായം പറഞ്ഞതിനാണ് എന്ത് നൊബേൽ സമ്മാനം, തനിക്ക് കിട്ടിയ നൊബേൽ സമ്മാനം മരിയ കൊറീനോ മച്ചാഡോ ആർക്ക് കൊടുത്തത്? ട്രംപിന് കൊടുത്തത്. 64ാമത് കേരള സ്കൂൾ കലോത്സവ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? കണ്ണൂരാണ്. കണ്ണൂർ. ഓക്കെ ആണല്ലോ. 64ാമത് കേരള സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലായിരുന്നു കേട്ടോ. തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു 64ാമത് കേരള സ്കൂൾ കലോത്സവം നടന്നു. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ സ്വപ്ന ദൗത്യം ആർടെമിസ് 2 ആണ്. ആർടെമിസ് 2. ഈ ആർടെമിസ് 2 ഫെബ്രുവരി 8 പറഞ്ഞത്. ഇപ്പോൾ അറിയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ് കുറച്ചുകൂടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഡേറ്റ് ഒഫീഷ്യലി ഇപ്പോൾ നാസ അനൗൺസ് ചെയ്തിട്ടില്ല. ഡേറ്റ് മാറ്റി വെച്ചെന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. ആർടെമിസ് 2 യാത്രക്കാർ, ഇതിൻ്റെ അകത്തൊന്നും മാറ്റമൊന്നുമില്ല. ഇവരൊക്കെ തന്നെയാണ് ആർടെമിസ് 2 യാത്രക്കാരായിട്ട് വരുന്നത്. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസ. മനുഷ്യനെ ഉപരിതലത്തിൽ ഇറക്കാനുള്ള നാസയുടെ ദൗത്യം ഇതാണ് ആർടെമിസ് 3. കണ്ടോ, ആർടെമിസ് 3 ആണ് മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാനുള്ള ദൗത്യം. കണ്ടോ. ഇന്റർനാഷണൽ ഡയബറ്റീസ് അറ്റ്ലസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ടൈപ്പ് 2 പ്രമേഹ രോഗികളുടെ എണ്ണം എത്രയാണ്? 8.98 കോടിയാണ്. കണ്ടോ, 8,98,00,000 ആളുകളാണ് ടൈപ്പ് 2 പ്രമേഹ രോഗികളായിട്ട് ഇന്ത്യയിലുള്ളത്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? മാൾഡ റെയിൽവേ സ്റ്റേഷൻ, പശ്ചിമ ബംഗാൾ. കണ്ടോ, അപ്പൊ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആ സ്ലീപ്പർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? മാൾഡ റെയിൽവേ സ്റ്റേഷൻ, പശ്ചിമ ബംഗാളിലെ
മാൾഡ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്തത്? ഫ്ലാഗ് ഓഫ് ചെയ്തത്. ജനുവരി 19 എന്താണ്? പൗരാവകാശ ദിനമാണ്. ജനുവരി 19 പൗരാവകാശ ദിനം. മാർട്ടിൻ ലൂതർ കിങ് ദിനമെന്നും അറിയപ്പെടാറുണ്ട്. അടുത്ത കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? നിളാതീരം, തിരുനാവായാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. മലപ്പുറം ഡിസ്ട്രിക്ട്, മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ നിളാതീരത്താണ് കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. മഹാമാഘ മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആണ് നിളാതീരത്തുണ്ടായ മഹാമാഘ മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് കണ്ടോ. കേരള കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര നാണയനിധി IMF റിപ്പോർട്ട് പ്രകാരം നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്തം ഉൽപാദനത്തിലെ GDP വളർച്ച എത്ര ശതമാനമായിട്ട് ഉയരും? എത്ര ശതമാനമാണ്? 7.3%. എത്രയാണ്? 7.3% ഉയരുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ഈ സമൃദ്ധ. എന്താണ് പദ്ധതിയുടെ പേര്? ഈ സമൃദ്ധ എന്നാണ്. ഈ സമൃദ്ധ. ഓക്കെ. ഇതുവരെ 227 മൃഗാശുപത്രികളാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. എത്രയാണ്? 227 മൃഗാശുപത്രിയിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. വാണിജ്യ ഇടപാട് 2032 $20,000 കോടി ഉയർത്താൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണയായിരിക്കുന്നത്? ഏത് രാജ്യവുമായിട്ടാണ്? UAE-യുമായിട്ടാണ് ഇന്ത്യ ധാരണയായിരിക്കുന്നത് അല്ലെ. UAE പ്രസിഡന്റിന് സമ്മാനമായിട്ട് ഇന്ത്യ നൽകിയത് എന്തെല്ലാമാണ്? തടിയിൽ കൊത്തിയ ഊഞ്ഞാൽ കണ്ടോ. ഗുജറാത്തിൽ നിന്നും കൊണ്ടുവന്ന തടിയിൽ കൊത്തിയ ഒരു ഊഞ്ഞാലും അതുപോലെ തന്നെ കാശ്മീരി കമ്പിളി പശ്മിന ഷാളും. കാശ്മീരി കമ്പിളി പശ്മിന ഷാൾ അല്ലെ. പിന്നെ തെലങ്കാനയിൽ നിന്ന് കൊണ്ടുവന്ന എന്താണ്? അലങ്കാര വെള്ളിപ്പെട്ടി. അലങ്കാര വെള്ളിപ്പെട്ടി. ഇത് മൂന്നുമാണ് UAE-യിൽ നിന്നും വന്ന പ്രസിഡന്റിന് ഇന്ത്യ സമ്മാനമായി നൽകിയത്. ഓക്കെ ആണല്ലോ. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ ലീലാവതിയാണ്. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ ലീലാവതി. ഡോക്ടർ ലീലാവതി. അർമീനിയയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ ഉപകരണം ഏത്? പിനാക റോക്കറ്റ്. ഏതാണ്? പിനാക റോക്കറ്റ്. കണ്ടോ. അർമീനിയയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ ഉപകരണം ഏത്? പിനാക റോക്കറ്റ് ആണ്. പിനാക. ഓക്കെ ആണല്ലോ. 2022 2000 കോടിയുടെ കരാറിലാണ് ഇന്ത്യയും അർമീനിയയും ഒപ്പുവെച്ചത്. 2022 2000 കോടിയുടെ കരാറിലാണ് ഇന്ത്യയും അർമീനിയയും ഒപ്പുവെച്ചത്. നല്ലതിനെ അഭിനന്ദിച്ചും തെറ്റ് കണ്ടാൽ ശാസിക്കാതെ ബോധവൽക്കരിച്ചുമുള്ള അധ്യയനം ശാസനയില്ലാവാരം. ഏതാണ്? ശാസനയില്ലാവാരം നടത്തുന്നതിനായി സംസ്ഥാന സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹം പദ്ധതിയാണ്. ഏതാണ്? സ്നേഹം പദ്ധതിയാണ്. 2026 ഇന്ത്യ ഇന്റർനാഷണൽ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇന്ത്യ തന്നെയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആതിഥേയത്വം വഹിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ആരാണ്? ഗ്യാനേഷ് കുമാർ. ആരാണ്? ഗ്യാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ്? സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും ഉണ്ടോ.
അപ്പൊ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ആഗോള ഉത്തരവാദിത്ത രാഷ്ട്ര സൂചിക പട്ടികയിൽ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് എന്ന് പറയും. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 16ാം സ്ഥാനമാണ്. എത്രയാണ്? 16ാം സ്ഥാനം. ഒന്നാമതാരാണ്? സിംഗപ്പൂർ. ഒന്നാമതാരാണ്? സിംഗപ്പൂർ ആണ്. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷന്റെ സംരംഭമാണ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ്. അപ്പൊ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ആരുടെ സംരംഭമാണ്? വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ. വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷന്റെ സംരംഭമാണ് ഏത് പറയൂ? RNI അല്ലെ? റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ്. ഓക്കെ ആണല്ലോ. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിലെ ചാമ്പ്യന്മാർ ആര്? ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിലെ ചാമ്പ്യന്മാർ ആരാണ്? സെനഗലാണ്. ആരാണ്? സെനഗലാണ്. ഫൈനലിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? മൊറോക്കോയെയാണ് പരാജയപ്പെടുത്തിയത്. മൊറോക്കോയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അല്ലെ? ടോപ്പ് സ്കോറർ ആരാണ്? ബ്രാഹിം ഡയസ്. ആരാണ്? ബ്രാഹിം ഡയസ്. മൊറോക്കോയുടെ ബ്രാഹിം ഡയസ് ആണ് ടോപ്പ് സ്കോറർ. മികച്ച താരം ആരാണ്? സാദിയോ മാനെ. സാദിയോ മാനെ ആരാണ്? സെനഗലിന്റെ ക്യാപ്റ്റൻ ആണ്. സെനഗലിന്റെ ക്യാപ്റ്റൻ ആണ്. മികച്ച ഗോൾ കീപ്പർ ആരാണ്? യാസിനെ ബൗനോ. യാസിനെ ബൗനോ മൊറോക്കോയുടെ ഗോൾ കീപ്പർ ആണ്. യാസിനെ ബൗനോ. നോക്കാം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അതീവ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കാവേരി നദിയിൽ കാണപ്പെടുന്ന മത്സ്യം ഏത്? ഹംപ് ബാക്ക്ഡ് മഹസീർ മത്സ്യം. ഹംപ് ബാക്ക്ഡ് മഹസീർ മത്സ്യമാണ് അതീവ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കാവേരി നദിയിൽ കാണപ്പെടുന്ന മത്സ്യം. മത്സ്യത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? നദിയിലെ കടുവ എന്നാണ്. എന്തെന്നാണ് വിശേഷിപ്പിക്കുന്നത്? നദിയിലെ കടുവ. ദക്ഷിണേന്ത്യയിലെ കാവേരി നദീതടം മാത്രമാണ് ഈ സ്പീഷീസിന്റെ പ്രധാന ആവാസ വ്യവസ്ഥ. കണ്ടോ? ദക്ഷിണേന്ത്യയിലെ കാവേരി നദീതടം മാത്രമാണ് ഈ സ്പീഷീസിന്റെ പ്രധാന ആവാസ വ്യവസ്ഥ. കേരളത്തിലെ കബനി, പാമ്പാർ നദികളിൽ കാണപ്പെടുന്ന ഇവയെ കേരളത്തിൽ അറിയപ്പെടുന്നത് കുയിൽ മീൻ എന്നാണ്. എന്തെന്നാണ്? കുയിൽ മീൻ. കുയിൽ മീൻ എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ആകെയുള്ള 17 ഇനം മഹസീറുകളിൽ ഏറ്റവും വലിയ മഹസീറിനെ വിളിക്കുന്ന പേരാണ് ടോർ രമാദേവി. എന്താണ്? ടോർ രമാദേവി എന്നാണ് ഏറ്റവും വലിയ മഹസീറിനെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. 10 മാസം നീളുന്ന ലോകയാൻ 26 ലോക പര്യടനത്തിന് യാത്ര തിരിച്ച നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പൽ ഏത്? INS സുദർശിനി. ഏതാണ്? INS സുദർശിനിയാണ്. 22,000 നോട്ടിക്കൽ മൈൽ ദൈർഘ്യമുള്ള ആഗോള സമുദ്രയാത്രയിൽ 13 ലോകരാജ്യങ്ങളും 20ഓളം തുറമുഖങ്ങളും എന്ത് ചെയ്യുന്നു? സന്ദർശിക്കുന്നു. ആദ്യം എത്തുന്നത് എവിടെയാണ്? സലാലയിലാണ്. എവിടെയാണ്? സലാലയിലാണ്. ഓക്കെ ആണല്ലോ. സ്വന്തമായി വീടില്ലാത്ത 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ധനസഹായ പദ്ധതി ഏതാണ്? അഭയകിരണം. കണ്ടോ? ഏതാണ്? അഭയകിരണം. എത്ര രൂപയാണ്? 1000 രൂപയാണ്. എത്ര രൂപയാണ്? 1000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഓക്കെ ആണല്ലോ. പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2017-18 കാലഘട്ടത്തിലാണ്. 2017-18 കാലഘട്ടത്തിലാണ് അഭയകിരണം പദ്ധതി ആരംഭിച്ചത്. ഇതിൽ വിധവകൾക്ക് മാത്രം എന്ന നിബന്ധന ഒഴിവാക്കി നിലവിൽ അവിവാഹിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ അടക്കമുള്ള പ്രായഭേദമന്യുള്ള സ്ത്രീകളെ കൂടി എന്ത് ചെയ്തു? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എത്ര വയസ്സിന് മുകളിൽ വേണം? 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഉൾനാടൻ ജലപാത വികസന കൗൺസിലിന്റെ 3ാമത് സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിൽ. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. ആരാണ്? സർബാനന്ദ സോനോവാൾ ആണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി.
വനിതാ ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്കായി ജൈവ മാനസിക സാമൂഹ്യ പദ്ധതി ഏതാണ്? 40+. ഏതാണ്? 40+. കണ്ടോ? അതിക്രമങ്ങൾ അതിജീവിച്ചവരുടെ പുനരധിവസിപ്പിക്കാനും തൊഴിൽ സ്ഥലത്തെ സുരക്ഷയ്ക്കുമായുള്ള പദ്ധതി ഏതാണ്? സമാരംഭമാണ്. ഈ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കണം. ഇതെല്ലാം ചോദ്യം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിദേശത്ത് ജോലി ചെയ്യുന്നത് സ്ത്രീകൾക്ക് താങ്ങായ വനിതാ സെൽ ഏതാണ്? നോർക്കയാണ്. കണ്ടോ? വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് താങ്ങായ വനിതാ സെൽ ഏതാണ്? നോർക്ക എന്നാണ് അതിന്റെ പേര്. വനിതാ കർഷകരെ പിന്തുണയ്ക്കുന്ന പദ്ധതി ഏതാണ്? വനിതാ കാർഷിക പദ്ധതി. ഏതാണ്? വനിതാ കാർഷിക പദ്ധതിയാണ്. വനിതാ ക്ഷേമ പദ്ധതികൾ വീണ്ടും പറയുന്നു. ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമങ്ങൾ തടയാൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? പോഷ് പോർട്ടലാണ്. കേട്ടോ? ഏതാണ്? പോഷ് പോർട്ടൽ. അടുത്ത്, കുട്ടിക്കാലത്ത് ക്ഷേമ സ്ഥാപനങ്ങളിൽ ജീവിച്ചവരെ 18 വയസ്സ് തികയുമ്പോൾ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? തന്റെ ഇടം പദ്ധതിയാണ്. ഏതാണ്? തന്റെ ഇടം പദ്ധതിയാണ്. വനിതാ ശാസ്ത്രജ്ഞർക്കുള്ള പദ്ധതി ഏതാണ്? ബാക്ക് ടു ലാബ്. ഏത് പദ്ധതിയാണ്? ബാക്ക് ടു ലാബ് ആണ്. വനിതാ ശാസ്ത്രജ്ഞർക്കുള്ള പദ്ധതിയാണ് ബാക്ക് ടു ലാബ്. അടുത്തിടെ ഡൽഹി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ പുതിയ ഉറുമ്പീച്ചകൾ ഏതൊക്കെയാണ്? മെറ്റാഡോൺ കോർപ്പാഡേ. ഏതാണ്? മെറ്റാഡോൺ കോർപ്പാഡേ. പിന്നെ ഏതാണ്? മെറ്റാഡോൺ റീമേരി. മെറ്റാഡോൺ റീമേരി. മെറ്റാഡോൺ കോർപ്പാഡയും മെറ്റാഡോൺ റീമേരിയും. മെറ്റാഡോൺ കോർപ്പാഡയും മെറ്റാഡോൺ റീമേരിയും. ഓക്കെ അല്ലേ? പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ സുഗമമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സജ്ജമാക്കിയ AI അധിഷ്ഠിത കോൾ സെന്റർ ഏതാണ്? സ്മാർട്ടിയാണ്. ഏതാണ്? സ്മാർട്ടിയാണ്. അടുത്തിടെ ഗവേഷകർ വികസിപ്പിച്ച ഉറങ്ങുമ്പോൾ ഉള്ള ഡേറ്റ ഉപയോഗിച്ച് 100-ലധികം വ്യത്യസ്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കാൻ കഴിയുന്ന കൃത്രിമ ബുദ്ധി മാതൃക ഏതാണ്? സ്ലീപ്പ് FM ആണ്. ഏതാണ്? സ്ലീപ്പ് FM ആണ്. നോട്ട് ചെയ്യുക. ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA പുതിയ മേധാവി ആരാണ്? രാകേഷ് അഗർവാൾ. ആരാണ്? രാകേഷ് അഗർവാൾ ആണ് NIA പുതിയ മേധാവി. ഈയിടെ 2000-ലധികം പേർ കൊല്ലപ്പെട്ട ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതാണ്? ഇറാൻ ആണ്. ഏതാണ്? ഇറാൻ. 2000-ലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരുന്നത്. വിലക്കയറ്റം, ഇറാനി റിയാലിന്റെ മൂല്യത്തകർച്ച എന്നീ കാരണങ്ങളെ തുടർന്ന് ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. മനസ്സിലായോ? കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? വെള്ളയമ്പലത്താണ്. കേട്ടോ? വെള്ളയമ്പലം. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം നേടിയത് ആരാണ്? TV ചന്ദ്രനാണ്. ആരാണ്? TV ചന്ദ്രൻ. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ്. എന്താണ്? ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് ഇറക്കിയ രാജ്യം ആരാണ്? ചൈനയാണ്. ആരാണ്? ചൈനയാണ്. ചൈന. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് US സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് എന്താണ്? ബോർഡ് ഓഫ് പീസ് സംഘത്തിന്റെ അധ്യക്ഷനാര്? മറ്റാരുമല്ല, US പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. USA പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ് അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത്. എന്തിന്റെ? ബോർഡ് ഓഫ് പീസ്. എന്തിന്റെയാണ്? ബോർഡ് ഓഫ് പീസിന്റെ. അടുത്തത് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ആരാണ്? അരവിന്ദ് പനഗിരിയ. വിദേശ നാണയ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, വിദേശ നാണയ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനം. 1ാം സ്ഥാനത്ത് ചൈന, 2ാം സ്ഥാനത്ത് ജപ്പാൻ, 3ാം സ്ഥാനത്ത്
സ്വിറ്റ്സർലൻഡ്. അപ്പൊ ഒന്നാം സ്ഥാനത്ത് ചൈന, രണ്ടാം സ്ഥാനത്ത് ജപ്പാൻ, മൂന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്, നാലാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ്. 2026 ഇന്ത്യ എ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? എല്ലാവർക്കും AI, എല്ലാവർക്കും ശോഭനമായ ഭാവി. എല്ലാവർക്കും AI, എല്ലാവർക്കും ശോഭനമായ ഭാവി. കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി ഏതാണ്? കാവൽ. ഏതാണ്? കാവൽ. ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിൻ ഏത്? അഫ്രസ. ഏതാണ്? അഫ്രസ ഇൻസുലിൻ. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? എറണാകുളമാണ്. ഏതാണ്? എറണാകുളമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? പരാക്രം ദിവസ് എന്നാണ്. പരാക്രം ദിവസ് ജനുവരി 23 പരാക്രം ദിവസ്. 1987 ജനുവരി 23 ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. നേതാജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2021 മുതലാണ് ഭാരത സർക്കാർ ജനുവരി 23 പരാക്രം ദിവസായി ആചരിക്കാൻ തീരുമാനിച്ചത്. എത്രാമത്തെ ജന്മദിനം? 125ാമത്തെ ജന്മദിനം. വർഷം ഏതാണ്? 2021 മുതല്. 2026 ജനുവരിയിൽ അന്തരിച്ച ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ BBC, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. BBCയുടെ ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആരാണ്? വില്യം മാർ ടള്ളി. വില്യം മാർ ടള്ളിയാണ്. മഹാരാഷ്ട്ര വിമാനാപകടത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ വിമാനത്തിൽ ഉണ്ടായിരുന്ന 6 പേരും കൊല്ലപ്പെട്ടു. അപ്പൊ നമ്മുടെ ജനുവരിയിൽ സംഭവിച്ച ഒരു അപകടമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന 6 പേരും എന്ത് ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തു. പത്മ അവാർഡുകൾ ഉണ്ടോ? പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചത്. പത്മഭൂഷൺ 13 പേർക്കും പത്മശ്രീ 113 പേർക്കും ലഭിക്കുകയുണ്ടായി. പത്മവിഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. ഇവർ 3 പേരും മലയാളികളാണ്. പിന്നെ ധർമ്മേന്ദ്ര നടൻ, ഡോക്ടർ N രാജം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ്. ആര്? ഡോക്ടർ N രാജം. VS അച്യുതാനന്ദനും ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പത്മവിഭൂഷൺ നൽകിയത്. പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടി നടനാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി. മലയാളികൾ ഇവർ 2 പേരുമാണ് പത്മഭൂഷൺ ലഭിച്ചത്. അപ്പൊ ഞാൻ പത്മവിഭൂഷൺ ലഭിച്ച 3 പേരുടെ പറഞ്ഞു. അപ്പൊ 3 2 5 ടോട്ടൽ 8 പത്മ അവാർഡുകളാണ് മലയാളികൾക്ക് ലഭിച്ചത്. പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ AE മുത്തുനായകം ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആണ്. കലാമണ്ഡലം വിമല മേനോനും അതുപോലെ തന്നെ കൊല്ലക്കയിൽ G ദേവകി അമ്മയ്ക്കും. ഇവർക്ക് 3 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചത്. അങ്ങനെ ടോട്ടൽ 8 പത്മ അവാർഡാണ് കേരളത്തിലേക്ക് വന്നത്. പത്മ പുരസ്കാരങ്ങളിലെ കായിക താരങ്ങൾ ആരെല്ലാം? പത്മഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? വിജയ് അമൃത് രാജ്, ടെന്നീസ് കണ്ടോ, തമിഴ്നാട്ടിൽ നിന്നുള്ള ടെന്നീസ് പ്ലെയർ ആയ വിജയ് അമൃത് രാജ്. 1982 വിജയ് അമൃത് രാജിന് എന്ത് കിട്ടി? പത്മശ്രീ ലഭിച്ചിരുന്നു. ഇനി പത്മശ്രീ ലഭിച്ച താരങ്ങൾ ആരൊക്കെയാണ്? രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഹർമൻപ്രീത് കൗർ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, ബൽദേവ് സിംഗ് ഹോക്കി, സവിത പൂനിയ ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, അതുപോലെ തന്നെ വ്ളാഡിമർ മെസ്റ്റ് വിരീഷ് വില്ലി ആരാണ്? ഇന്ത്യൻ ഗുസ്തി കോച്ചാണ്. ഇത്രയും പേർക്കാണ് കായികത്തിൽ നിന്നും എന്ത് ലഭിച്ചത്? പത്മ അവാർഡ് ലഭിച്ചത്. കായിക താരങ്ങൾ.
കയറിന്റെയും മറ്റ് സുരക്ഷാ മാർഗങ്ങളുടെയും സഹായമില്ലാതെ തായ്വാനിലെ ഏറ്റവും വലിയ കെട്ടിടമായ തായ്പേയ് 101 കീഴടക്കിയ അമേരിക്കൻ സാഹസികൻ ആരാണ്? അലക്സ് ഹോണോൾഡ്. അലക്സ് ഹോണോൾഡ്. അലക്സ് ഹോണോൾഡിനെ സ്പൈഡർമാൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാര്യം പുള്ളിക്കാരൻ കയറും ഒന്നുമില്ലാതെയാണ് ഈ ഒരു കെട്ടിടം എന്ത് ചെയ്തത്? കീഴടക്കിയത്. സാമ്പത്തിക സ്ഥിതി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി. പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് കിട്ടിയത് ആർക്കാണ്? എൽദോസ് പോളിനാണ്. ട്രിപ്പിൾ ജംപ് അല്ലെ, ട്രിപ്പിൾ ജംപ് താരമായ എൽദോസ് പോളിനാണ് ലഭിച്ചത്. ലോകത്തെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയത് എവിടെ? വേറെങ്ങും അല്ല, ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ സുലാവസി. എവിടാണ്? ഇന്തോനേഷ്യയിലെ സുലാവസി. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ അബുദാബിയിൽ സ്ഥാപിക്കുന്ന സാംസ്കാരിക കേന്ദ്രം ഏതാണ്? ഹൗസ് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? ഹൗസ് ഓഫ് ഇന്ത്യ. അബുദാബിയിലെ സാദിയാത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. എവിടെയാണ്? സാദിയാത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റ്. 2026 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡിന്റെ BCCIയുടെ മുൻ അധ്യക്ഷൻ ആരാണ്? ഇന്ദർജിത്ത് സിംഗ് ബിന്ദ്ര. ഇന്ദർജിത്ത് സിംഗ് ബിന്ദ്ര. ഇന്ത്യയിൽ ആദ്യമായി നേത്രപടലം കോർണിയ വിജയകരമായി മാറ്റിവെച്ച ജില്ലാ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ. കോർണിയ മാറ്റിവെച്ച ആദ്യ ജനറൽ ഹോസ്പിറ്റലാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ FTA ഒപ്പിട്ടത് 2026 ജനുവരി 27 കരാറിനെ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലെ. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറിനെ അറിയപ്പെടുന്നത് എന്താണ്? മദർ ഓഫ് ഓൾ ഡീൽസ്. മദർ ഓഫ് ഓൾ ഡീൽസ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ ടെസ്സി തോമസ് ആണ്. ആരാണ്? ഡോക്ടർ ടെസ്സി തോമസ്. വനിതാ പ്രീമിയർ ലീഗ്, വുമൺ പ്രീമിയർ ലീഗിലെ ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ താരം ആരാണ്? നാറ്റ് സിവർ ബ്രണ്ട് ആണ്. ആരാണ്? നാറ്റ് സിവർ ബ്രണ്ട് അല്ലെ. മുംബൈ ഇന്ത്യൻസിന്റെ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ആണ് ആര്? നാറ്റ് സിവർ ബ്രണ്ട്. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി AI ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരള AI മിഷൻ. KAI എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ് ആർത്തവ വിരാമം ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗര നയം അർബൻ പോളിസി രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. 2026 ജനുവരിയിൽ UK-യിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ കൊടുങ്കാറ്റ് ഏതാണ്? സ്റ്റോം ചന്ദ്രയാണ്. ഏതാണ്? സ്റ്റോം ചന്ദ്ര. ഓക്കെ ആണല്ലോ. 2026 ജനുവരിയിൽ അമേരിക്കയിൽ നാശം വിതച്ച ഫേൻ ശീതക്കാറ്റിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പോളാർ വോർട്ടെക്സ്. ഏതാണ്? പോളാർ വോർട്ടെക്സ് ആണ്. ഏത് ശീതക്കാറ്റാണ്? ഫേൻ ശീതക്കാറ്റ്. ഏതാണ്? ഫേൻ ശീതക്കാറ്റ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഷാഫി സ്മാരക ട്രസ്റ്റിന്റെ പ്രഥമ ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായത് ആരാണ്? ജിതിൻ K ജോസ് ആണ്. ആരാണ്? ജിതിൻ K ജോസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത ഉൾനാടൻ റെയിൻബോ ട്രൗട്ട് ഫാം ആരംഭിച്ചത് എവിടെയാണ്?
തെലങ്കാനയിലെ രംഗറെഡ്ഡി ഡിസ്ട്രിക്റ്റിലാണ്. കണ്ടോ, തെലങ്കാനയിലെ രംഗറെഡ്ഡി എന്ന് പറയുന്ന ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത ഉൾനാടൻ റെയിൻബോ ട്രൗട്ട് ഫാം ആരംഭിച്ചത്. 2026 ബാഫ്റ്റ ഫിലിം അവാർഡ്സിൽ 14 നോമിനേഷനുകൾ നേടിയ ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഗോൾഡൻ ഗ്ലോബ് ലഭിച്ച ചിത്രം കൂടിയാണിത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒഴിവാക്കി VBG റാംജി പദ്ധതി നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും മഹാത്മാഗാന്ധിയുടെ പേര് നൽകുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏതാണ്? കർണാടകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്നത് എവിടെയാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്, തിരുവനന്തപുരത്ത്. 2026 അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ദക്ഷിണ കൊറിയയുടെ ഇറക്കുമതി തീരുവ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്ര ശതമാനമാണ് ഉയർത്തിയത്? എത്ര ശതമാനമാണ്? 25% ദക്ഷിണ കൊറിയയുടെ ഇറക്കുമതി തീരുവ US പ്രസിഡന്റ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് എവിടെയാണ്? നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിലാണ്. എവിടെയാണ്? നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ് ആണ്. എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ഓക്കെ ആണല്ലോ. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രമേയം എന്താണ്? എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ്. എന്താണ്? എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്. ഓക്കെ ആണല്ലോ. ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കണ്ടോ, നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഇപ്പം സൂക്ഷ്മാണു ഉണ്ട്. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു എന്താണ്? മൈക്രോബയം. അതിന്റെ പേരെന്താണ്? ബാസിലസ് സബ്റ്റിലസ്. എന്താണ്? ബാസിലസ് സബ്റ്റിലസ്. ഹേ ബാസിലസ്, ഗ്രാസ് ബാസിലസ് എന്നിങ്ങനെയും ഈ സൂക്ഷ്മാണുവിനെ അറിയപ്പെടാറുണ്ട്. എന്തൊക്കെയാണ്? ഹേ ബാസിലസ് എന്നും ഗ്രാസ് ബാസിലസ് എന്നും ഈ സൂക്ഷ്മാണുവിനെ അറിയപ്പെടാറുണ്ട്. മണ്ണ്, വെള്ളം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടൽ എന്നിവയിൽ കാണപ്പെടുന്ന നല്ല സൂക്ഷ്മാണുവാണിത്. രോഗനിയന്ത്രണം, കാർഷികോൽപാദനം, ക്ഷീരോത്പാദനം എന്നിവയ്ക്ക് സഹായമാകുന്ന സൂക്ഷ്മാണുവാണ്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിൻഫ്രയിലാണ്. കഴക്കൂട്ടത്തെ കിൻഫ്ര. 2027 മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ആക്കുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. ഏതാണ്? മിസോറാമാണ്. ഇന്ത്യൻ വംശജൻ എന്ന് വ്യക്തമാക്കിയ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? ആന്റോണിയോ കോസ്റ്റ. കണ്ടോ, പാസ്പോർട്ട് ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഞാൻ ഇന്ത്യൻ വംശജനാണെന്ന് പറഞ്ഞത്. ക്യാൻസർ, പ്രമേഹം എന്നിവയെ പ്രതിരോധിക്കാൻ കഴിവുള്ള അന്തോസയാനിൻ പിഗ്മെന്റ് അടങ്ങിയ ചേമ്പ്, ആ ചേമ്പിന്റെ പേരെന്താണ്? ജാമുനി ചേമ്പാണ്. ഏതാണ്? ജാമുനി ചേമ്പാണ്. ചേമ്പിന്റെ നിറം എന്താണ്? പർപ്പിൾ ആണ്. ചേമ്പിന്റെ നിറം എന്താണ്? പർപ്പിൾ ആണ്. വികസിപ്പിച്ചതാരാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. എവിടെയുള്ള? ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? സ്പുട്നിക് ഫാംസ്. ബാംഗ്ലൂരിലെ സ്പുട്നിക് ഫാംസ് ആണ് ഇതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ഡോക്ടർ കെ ശ്രീകുമാറിനാണ്. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ഡോക്ടർ കെ ശ്രീകുമാറിനാണ്. പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ്? MD വാസുദേവൻ നായരുടെ ജീവചരിത്രം. മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ്?
അരുന്ധതി റോയ് ആണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു മലയാറ്റൂർ ഫൗണ്ടേഷന്റെ കാര്യം പറഞ്ഞു. പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. പുരസ്കാരം നേടിയ പുസ്തകം ഏതാണ്? മദർ മേരി കംസ് ടു മീ. ഏതാണ്? മദർ മേരി കംസ് ടു മീ എന്നാണ് പുസ്തകത്തിന്റെ പേര്. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിന് എത്രാം സ്ഥാനം ലഭിച്ചു? 3ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആർക്കാണ്? മഹാരാഷ്ട്രക്കാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. സെക്കൻഡ് ആർക്കാണ്? ജമ്മു കാശ്മീരിനാണ്. 2026 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരവേദി എവിടെയൊക്കെയാണ്? സിംബാബ്വേയും നമീബിയയിലും വെച്ചിട്ടാണ് 2026 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയുണ്ടായി, ഇപ്പോൾ ഫൈനൽ ആകാറായിട്ടുണ്ട്. ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ്. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യമേത്? ജർമ്മനിയാണ്. ആരാണ്? ജർമ്മനിയാണ്. 3 ലക്ഷത്തോളം യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 22.20 കോടി രൂപ പിഴ ചുമത്തിയ വിമാന കമ്പനി ഏതാണ്? ഇൻഡിഗോയാണ്. 22,20,00,000 രൂപയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പിഴയായിട്ട് ഇൻഡിഗോയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. 2026 പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രയ്ക്ക് അർഹനായ വ്യക്തി ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ആരാണ്? ശുഭാംശു ശുക്ലയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സാന്നിധ്യം അറിയിച്ച ബഹിരാകാശ യാത്രികനാണ് ആര്? ശുഭാംശു ശുക്ല. 2026 രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ, അപ്പൊ ആദ്യ പരമോന്നത സൈനിക ബഹുമതിയാണ് എന്ത്? അശോക ചക്ര. രണ്ടാമത്തത് ഏതാണ്? കീർത്തി ചക്രയാണ്. അപ്പൊ അതും കൂടെ ഓർത്തു വെക്കുക. അർഹനായ മലയാളി ആരാണ്? പ്രശാന്ത് നായരാണ്. ഈ പ്രശാന്ത് നായർ ആരാണ്? ലെനയില്ലേ, സിനിമാ നടി ലെനയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ്. KSEBിയിലെ ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് ആണ്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിനും മനക്കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? പറന്നുയരാം കരുത്തോടെ. പറന്നുയരാം കരുത്തോടെ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. ക്യാമ്പയിൻ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ ആണ്. ക്യാമ്പയിന്റെ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ ആണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ വൻകിട കപ്പൽ നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ്? പൊന്നാനിയിലാണ്. എവിടെയാണ്? പൊന്നാനിയിലാണ് നിലവിൽ വരുന്നത്. രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന ക്യാമ്പയിൻ ഏത്? അഴിമതി വിമുക്ത കേരളം. അഴിമതി വിമുക്ത കേരളം. വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? വിദർഭയാണ്. ഏതാണ്? വിദർഭയാണ്. വിജയ് ഹസാരെ ക്രിക്കറ്റിലെ കന്നി കിരീടം, ഫസ്റ്റ് കിരീടമാണ് വിദർഭയുടേത്. ഫൈനലിൽ വിദർഭ പരാജയപ്പെടുത്തിയ ടീം ഏതാണ്? സൗരാഷ്ട്രയാണ്. ആരെയാണ്? സൗരാഷ്ട്രയാണ് പരാജയപ്പെടുത്തിയത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് ദേശീയ ലീഗ് അണ്ടർ 18 മത്സരത്തിലെ ചാമ്പ്യന്മാർ ആരാണ്? കേരളമാണ്. ആരാണ്? കേരളമാണ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യം പദ്ധതി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? മനോജ് കുമാർ ആണ്. ആരാണ്? മനോജ് കുമാർ ആണ്. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ UAE പ്രസിഡന്റ് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ആരാണ്?
ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ആര്? എവിടെയാണ്? ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയാണ്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ജനുവരിയിലാണ് ഔദ്യോഗികമായിട്ട് വിരമിച്ചിരിക്കുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ സൈന ബാഡ്മിന്റൺ ലോക 1-ാം നമ്പർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാഡ്മിന്റൺ ലോക 1-ാം നമ്പർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സൈന നെഹ്വാൾ ആണ്. 4 ഭൂഖണ്ഡങ്ങളുടെ സമുദ്രയാത്ര ചെയ്ത് ശൗര്യചക്രത്തിന് അർഹയായ മലയാളി. 4 ഭൂഖണ്ഡങ്ങളിലൂടെ സമുദ്രയാത്ര ചെയ്ത് ശൗര്യചക്രത്തിന് അർഹയായ മലയാളി ആരാണ്? ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയാണ്. ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചമാണ്. പഞ്ചായത്ത് അസിസ്റ്റന്റ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. പഞ്ചായത്ത് അസിസ്റ്റന്റ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത്. ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് ഒറ്റ ക്ലാസ്സിൽ എത്തിച്ചിരിക്കുകയാണ്. വരും മാസങ്ങളിലെല്ലാം ഇതുപോലെ മാസ്റ്റർ കീ അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. ഇനി കാണുന്നിടം വരെ ബൈ.